നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ചതിക്കുഴികളാവുന്നു. ഭീമമായ തുക തട്ടിയ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി നിക്ഷേപകരെത്തി. ആറാട്ട് റോഡിലെ കനറ ഫിഷ് ഫാമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിട്ടുള്ളത്. റോയൽ ട്രാവൻകൂർ സ്ഥാപനത്തിന്റെ ഉടമ രാഹുൽ ചക്രപാണിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനവും. പള്ളിക്കുന്ന് ചെട്ടിപ്പീടികയിലെ മെഡിസിറ്റി ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഒരു കൂട്ടം നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തിയത്. കണ്ണൂർ നഗരത്തിലെ ആറാട്ട് റോഡിലെ കനറ ഫിഷ് ഫാമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവരാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന പരാതിയുമായി ഇവിടെ എത്തിയത്. നമസ്കാരം, എൻ്റെ പേര് ശ്രീകാന്ത്. ഞാനിവിടെ റോയൽ ട്രാവൻകൂർ റോയൽ നിധി എന്ന് പറഞ്ഞ അതുപോലെ തന്നെ സ്ഥാപനമായ കനറ ഫിഷ് ഫാമേഴ്സ് എന്ന സ്ഥാപനത്തിൽ പൈസ നിക്ഷേപിക്കുകയും ഇപ്പം ആ സ്ഥാപനം പൂട്ടിപ്പോയ അവസ്ഥയിൽ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഈ മെഡിസിറ്റി എന്ന സ്ഥാപനത്തിൻ്റെ അവരുടെ സഹോദര സ്ഥാപനങ്ങളാണ്. അവരെല്ലാവരും കൂടി 5 പേര് നടത്തുന്ന ഒരു ട്രസ്റ്റാണ്. ഒരു 2 മാസം മുമ്പേ നമ്മളിവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർ കഴിഞ്ഞ 10-ാം തീയതി പൈസ സെറ്റിലാക്കാമെന്ന് പറഞ്ഞാണ്. 10-ാം തീയതി ആയിട്ടും അവരാരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇന്നിപ്പോൾ വിളിച്ച സമയത്ത് സംസാരിച്ചപ്പോഴും അവരൊരു പകുതി പൈസ തന്ന് സെറ്റിൽ ചെയ്യാം എന്നുള്ളൊരു നിലപാടിലാണ് എത്തിയത്. എല്ലാവരോടും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ സെറ്റിൽ ചെയ്യാമെന്ന നിലപാടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് ഏകദേശം ഒരു 10-12 പേരുണ്ട്. ഇവർ ഏകദേശം ഒരു 45 ലക്ഷം രൂപയോളം നമ്മുടെ ആ ബ്രാഞ്ചിൽ തന്നെ കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ കേസായിട്ട് ഇപ്പോൾ അവരൊന്നും കേസിലും ഒന്നുമില്ല. നമ്മൾ തീരെ ഒരു മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലുള്ളത്. നേരത്തെ നിക്ഷേപകരെ വഞ്ചിച്ചുവെന്ന പരാതിയെ തുടർന്ന് വിവാദ വിധേയമായ റോയൽ ട്രാവൻകൂർ എന്ന സ്ഥാപനത്തിന്റെ ഉടമ രാഹുൽ ചക്രപാണിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആറാട്ട് റോഡിലെ സ്ഥാപനവും. സ്ഥാപനം അടച്ചുപൂട്ടിയതിനെ തുടർന്ന് പണം അടച്ചവർ അനുബന്ധ സ്ഥാപനത്തിൽ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളിവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.